സിബിൻ സാറേ നമസ്കാരം. നമസ്കാരം. കോഓപ്പറേറ്റീവ് സഹകരണ ബാങ്ക് കേരളത്തിൽ ദിനംപ്രതി പ്രതിസന്ധികളെ ഏൽക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ അത് ഈ ബാങ്ക് ഏറ്റവും ഡൗൺ, തൊടുപുഴയെ സംബന്ധിച്ച എല്ലാ സഹകരണ ബാങ്കുകളും മോഡിലാണ്, രണ്ടാം നിലയിലാണ്. ഇത് ഏറ്റവും ജനങ്ങൾക്ക് വരാവുന്ന സുതാര്യമായ രീതിയിലുള്ള ഒരു ഇടപാട് നടത്തുന്ന ഇങ്ങനെയൊരു പ്രസ്ഥാനം ഇപ്പോ നമുക്ക് പൊതുജനങ്ങൾക്ക് വയ്ക്കാനുള്ള കാരണം പറഞ്ഞാൽ പ്രധാനമായും 10 വർഷമായി നമ്മുടെ ഈ സംഘം എളിയ തുടക്കം കുറിച്ചിട്ട് 2016 സമൂഹത്തിലെ ഏറ്റവും താഴേക്കടയിലേക്ക് ഉള്ള ആളുകൾക്ക് ഏറ്റവും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സംഘത്തിന് രൂപം കൊടുത്തിട്ടുള്ളത്. അതായത് സാധാരണക്കാരന് ഇപ്പൊ സിബിൽ സ്കോർ ഇല്ലാതെ ഒരു കടയിൽ പോയാൽ ഒരു മൊബൈൽ EMI ഇട്ട് വാങ്ങാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ പെൺമക്കളെ കെട്ടിച്ചു വിടാൻ, വീട്ടില് ഒരു ചെറിയ മെയിൻ്റനൻസ് വർക്ക് നടത്താൻ, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചികിത്സ ആവശ്യം, ഇതേപോലെ സാധാരണക്കാരൻ്റെ വലിയ വലിയ പ്രശ്നങ്ങൾ, അത് ബാക്കിയുള്ള സമൂഹത്തിൽ മൊത്തം നോക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളായിരിക്കും, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളാണ്. അവർക്ക് അതിന് സാമ്പത്തിക സഹായം ചോദിച്ചൊരു ബാങ്കിൽ ചെന്നാൽ സിബിൽ സ്കോർ ഇല്ല, ക്രെഡിറ്റ് സ്കോർ കുറവായതുകൊണ്ട് ലോൺ തരാൻ കഴിയില്ല, പിന്നെ 100 നൂലാമാലകൾ. അങ്ങനെ ഉഴലുന്ന ആളുകളുടെ ഇടയിലേക്കാണ് ഈ സംഘം 10 വർഷം മുമ്പ് കടന്നു വന്നത്. തുടക്കത്തിൽ 10,000 രൂപയുടെ ലോണുകളാണ് നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ളത്. അത് പിന്നീട് 50,000 രൂപയും 1 ലക്ഷം രൂപയും 5 ലക്ഷം രൂപ വരെ ആണ് ഇപ്പം നമ്മുടെ ലോണുകൾ, പേഴ്സണൽ ലോൺ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ചിട്ടി, സാധാരണക്കാരൻ മിതവ്യയം ശീലിച്ച് സമ്പാദ്യശീലം വളർത്തണമെന്ന് ഗുരുദേവൻ പറഞ്ഞ വാചകത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സംഘം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അതിപ്പം മിതവ്യയം ശീലിച്ച് സമ്പാദ്യശീലം വളർത്തി അഭിവൃദ്ധി കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘമായിട്ടാണ് ഇതിനെ നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആ രീതിയിലാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ സംഘം പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, നോട്ട് നിരോധനം വന്നു. 2016 ഈ സംഘം രൂപീകരിച്ച് മാസങ്ങൾക്ക് ഉണ്ടായ ഒരു സാമ്പത്തിക പ്രശ്നമായിരുന്നു നോട്ട് നിരോധനം. 2018 പ്രളയം, പിന്നീട് തുടർന്ന് അങ്ങോട്ട് സഹകരണ മേഖലയ്ക്കുണ്ടായ തിരിച്ചടികൾ ഒന്നിനു പുറകെ ഒന്നായി വന്ന് സഹകരണ മേഖല മൊത്തം നിശ്ചലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വൻകിട സഹകരണ ബാങ്കുകൾക്കും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം പിൻവലിച്ചുകൊണ്ടുപോയി വിശ്വാസ്യതയ്ക്ക് ഏറ്റിട്ടുള്ള വലിയൊരു പ്രഹരം. ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഞങ്ങളുടെ ഈ കൊച്ചു സംഘം ഇതിനെല്ലാം അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ 1 ലക്ഷം രൂപ പോലും ആ സമയത്ത് നിക്ഷേപം പിൻവലിച്ചു പോയിട്ടില്ല. വളരെ ചാരിതാർത്ഥ്യത്തോടെ തന്നെ പറയാം. ഞങ്ങളുടെ ഏൽപ്പിച്ചിട്ടുള്ള വിശ്വാസ്യതയും ഞങ്ങളുടെ ഇടപാടുകാരുമായിട്ടുള്ള ഞങ്ങൾക്ക് വളരെ സുദൃഢമായ ഒരു ബന്ധവുമാണ് ഇതിൻ്റെ ഈ വിശ്വാസ്യതയ്ക്ക് അടിസ്ഥാനം എന്നുള്ളത്. അത് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് 10 വർഷമായപ്പോൾ 350 സ്ക്വയർ ഫീറ്റിൽ നിന്നും 1000 സ്ക്വയർ ഫീറ്റിലേക്ക് ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു ഓഫീസ് സമുച്ചയത്തിലേക്ക് മാറുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. സാധാരണക്കാരന് കടന്നു വരാൻ കഴിയുന്ന രീതിയിൽ തൊടുപുഴ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുനടയ്ക്ക് മുന്നിൽ ഈ പ്രസ്ഥാനം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തപ്പോൾ വലിയ ഒരു നാഴികക്കല്ല് പിന്നിടുകയാണ് നമ്മുടെ ഈ സംഘം. ഉത്തരോത്തരം ഇനി അഭിവൃദ്ധിയിലേക്ക് പോകണം എന്നുള്ള പ്രാർത്ഥന എല്ലാവരുടെയും ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം തന്നെ ഇടപാടുകാരുടെ വിശ്വാസ്യത, അഭ്യുദയകാംക്ഷികളുടെ പ്രാർത്ഥന, ഇന്ന് ഇവിടെ ചടങ്ങിൽ വന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ ഏൽപ്പിച്ചിട്ടുള്ള ബ്ലെസ്സിങ്സ് എല്ലാം ചേർന്ന് ഈ സംഘത്തെ വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിന് ഇവിടുത്തെ ജീവനക്കാരുടെ 100% ആത്മാർത്ഥമായ സഹകരണം, കെട്ടുറപ്പുള്ള ഒരു ഭരണസമിതി, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പോസിറ്റീവായിട്ട് പോകുന്ന ഒരു സംഘമാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ വന്ന ആളുകൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ തൊടുപുഴയിലെ നമ്മുടെ ബാങ്ക്, സഹകരണ ബാങ്ക്, ജനങ്ങൾക്ക് നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഉദ്ഘാടനം. ബഹുമാനപ്പെട്ട മന്ത്രി, MLA എല്ലാം ചേർന്ന് നല്ല രീതിയിൽ ഭദ്രമായി ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ കാര്യം, നമ്മുടെ നാഷണൽസ് ബാങ്കുകാരെല്ലാം ജപ്തി നടപടികളിൽ കൂടെ ജനങ്ങളെ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രധാന വിഷയങ്ങൾ
എടുത്തുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത്താണിയായിട്ട് തന്നെ ഈ ബാങ്ക് മാറുമെന്നുള്ളതിൽ ഉറച്ച വിശ്വാസമാണ്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ബാങ്ക്. എല്ലാ അനുഗ്രഹ ആശംസകളും നേർന്നുകൊള്ളുന്നു. നല്ലത് സംഭവിക്കട്ടെ, നല്ലത് വരട്ടെ. ഓക്കെ. ഉദ്ഘാടന ചടങ്ങുകൾ കാണുക നാട്ടുരാജ്യം യൂട്യൂബ് ന്യൂസിൽ. ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് കെ വിജയൻ.